ഹലോ ഗൈസ്, വെൽക്കം ടു MFC ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോയിൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ എൻ്റെ എംപ്ലോയീസ് ടേബിളിൽ ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എംപ്ലോയിയുടെ നെയിം, ഇമെയിൽ, ജെൻഡർ, ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. സപ്പോസ് എനിക്ക് ഓരോ എംപ്ലോയീസിൻ്റെയും അഡ്രസ്സ് കൂടെ എനിക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, സോ അതിനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ എംപ്ലോയീസ് ടേബിളിൽ തന്നെ എനിക്ക് പുതിയ കോളംസ് ആഡ് ചെയ്തുകൊണ്ട് ഓരോ എംപ്ലോയീസിൻ്റെയും അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ എനിക്ക് എംപ്ലോയീസിൻ്റെ അഡ്രസ്സ് എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ എംപ്ലോയീസിൻ്റെ നെയിം, ഇമെയിലും മാത്രമാണ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഫെച്ച് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഈ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ആ ടേബിളിൽ നമ്മൾ ഓരോ എംപ്ലോയീസിൻ്റെയും അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ ഈ എംപ്ലോയീസ് ടേബിളും നമ്മുടെ അഡ്രസ് ടേബിളും തമ്മിലൊരു ഫോറിൻ കീ റിലേഷൻസ് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനൊരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ എൻ്റെ കയ്യിലൊരു എംപ്ലോയീസ് ടേബിൾ ഉണ്ട്. ഇതിൽ ID, നെയിം, ഇമെയിൽ, ജെൻഡർ, ഇത്രയും കോളംസ് ഉണ്ട്. ഓക്കെ, ദെൻ ഞാനിവിടെ സെപ്പറേറ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എംപ്ലോയീസ് അഡ്രസ്സ് എന്ന് പറയുന്ന ടേബിൾ. ഓക്കെ, ഇതിലുള്ളത് ID ഉണ്ട്, അതുപോലെ തന്നെ സിറ്റി, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ പുറമെ ഞാനൊരു എംപ്ലോയി ID എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കോളം കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എംപ്ലോയി ID എന്ന് പറയുന്ന കോളം വെച്ചിട്ടാണ് നമ്മൾ ഏത് എംപ്ലോയിയുടെ അഡ്രസ്സ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ഈ എംപ്ലോയി ID എന്ന് പറയുന്ന കോളം നമ്മളിവിടെ ഫോറിൻ കീ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ കീ എന്ന് പറയുന്നത് മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കും. സോ ഇവിടെ എംപ്ലോയി IDയിലുള്ള ഫോറിൻ കീ 1 എന്ന് പറയുന്നത് ഈ എംപ്ലോയീസ് ടേബിളിലുള്ള ID കോളമാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളിവിടെ ഫോറിൻ കീ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മളിവിടെ എംപ്ലോയീസ് ടേബിളും എംപ്ലോയീസ് അഡ്രസ് ടേബിളും തമ്മിലൊരു ഫോറിൻ കീ റിലേഷൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി സപ്പോസ് എനിക്ക് ക്വറി ചെയ്യുമ്പോൾ എനിക്ക് ഈ രണ്ട് ടേബിളിലെ റിസൾട്ട് ഇവിടെ കമ്പൈൻ ചെയ്ത് കിട്ടണം എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇവിടെ ഇതാണ് എൻ്റെ റിസൾട്ട്. ഞാനൊരു ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് വേണം. നെയിം വേണം, ഇമെയിൽ വേണം, ജെൻഡർ വേണം, സിറ്റി വേണം, ഡിസ്ട്രിക്റ്റ് വേണം, പിൻ വേണം. ഓക്കെ, സോ ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ജോയിൻസ് യൂസ് ചെയ്യുന്നത്. ജോയിൻസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇന്നർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, ഇങ്ങനെ തുടങ്ങി. ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, എംപ്ലോയീസ് ടേബിൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എംപ്ലോയീസ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ആ എംപ്ലോയീസ് ടേബിളും എംപ്ലോയീസ് അഡ്രസ് ടേബിളും തമ്മിലൊരു ഫോറിൻ കീ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ ഞാൻ എംപ്ലോയീസ് അഡ്രസ്സ് എന്ന് പറയുന്ന ടേബിൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. സോ ഇവിടെ എംപ്ലോയീസ് അഡ്രസ്സ് എന്ന് പറയുന്ന ടേബിളിൽ ഞാൻ ഓൾറെഡി വാല്യൂസ് എല്ലാം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഞാനിവിടെ ഫോറിൻ കീസ് എംപ്ലോയി ID എന്ന് പറയുന്ന കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിവിടെ ഫോറിൻ കീസ് ഒന്നും ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഫോറിൻ കീ ഡിഫൈൻ ചെയ്യാം. സോ അതിനായിട്ട് ആൽറ്റർ ടേബിൾ, നമ്മൾ എംപ്ലോയീസ് അഡ്രസ് ടേബിളാണ് നമ്മൾ ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിനായിട്ട് എംപ്ലോയീസ് address. Okay, then add constraint. Then നമുക്ക് ഫോറിൻ കീക്ക് ഒരു നെയിം കൊടുക്കാം. സോ ഞാനിവിടെ ഫോറിൻ കീ എംപ്ലോയി അഡ്രസ്. ഓക്കെ, ദെൻ നമ്മൾ ഫോറിൻ കീ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഫോറിൻ കീ, ദെൻ ഇവിടുത്തെ ഫോറിൻ കീ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോളമായിട്ടുള്ള എംപ്ലോയി ID. ഓക്കെ, ദെൻ നമ്മുടെ പാരൻറ്റ് ഏത് ടേബിളായിട്ടാണോ നമ്മൾ ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ടേബിൾ റെഫറൻസ് ആയിട്ട് കൊടുക്കണം. സോ അതിനായിട്ട് റെഫറൻസസ് എംപ്ലോയീസ്, ദെൻ അതിലുള്ള പ്രൈമറി കീ ID. ഓക്കെ, നമ്മൾ ആ ടേബിളിൻ്റെ ഡീറ്റെയിൽസ് എടുത്താൽ നമുക്കിവിടെ കാണാൻ പറ്റും എംപ്ലോയീസ് അഡ്രസ്, ഫോറിൻ കീ. ഓക്കെ, ഫോറിൻ കീ, എംപ്ലോയി ID, റെഫറൻസ്, എംപ്ലോയീസ് ടേബിൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് ടേബിൾ നമ്മളൊരു ഫോറിൻ കീ റിലേഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈസി ആയിട്ട് ജോയിൻസ് വെച്ചിട്ട് നമുക്ക് രണ്ട് ടേബിളിലെയും ഡാറ്റ കമ്പൈൻ ചെയ്ത് ക്വറി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. സോ ഈ വീഡിയോയിൽ ഇത്ര പറയുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.